അവിടുത്തെ മുന്നിൽ സേവനം ചെയ്യുവാനായിട്ട് പുറപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോവിന്ദൻ ജീവിതത്തിന്റെ മുന്നിലെ ഉള്ളുകളും കല്ലുകളും കുടികളും മണികളും ഒക്കെയാണ് ഒരു പുരോഹിതന്റെ ജീവിത പ്രകാരമാണ്. പക്ഷെ അവിടെയൊക്കെ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യം പരിപൂർണമായിട്ട് നിറവേറ്റുവാനായിട്ടുള്ള കൃപയായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. സമർപ്പിച്ചുകൊണ്ട് കുറച്ച് കുറച്ച് പ്രാർത്ഥനകൾ വ്യക്തിപരമായും സാധിക്കും. കാരുണ്യവാനും ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ പ്രിയപ്പെട്ട മകനെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവമേ, അങ്ങ് പ്രത്യേകം സ്നേഹിക്കുന്ന ഡീക്കനെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് സ്വന്തമാക്കുവാൻ വേണ്ടി പൗരോഹിത്യം എന്ന മഹാദാനം നൽകി വിശുദ്ധീകരിച്ച് വേർതിരിച്ച് അനുഗ്രഹിച്ച ആ മഹനീയ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങളെല്ലാവരും അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. സന്യാസ ജീവിതത്തിലേക്കാണ് അവിടുന്ന് തന്നെ വിളിച്ചപേക്ഷിച്ച മനുഷ്യധർമ്മയിലെ കരുണ കാണിച്ചതുപോലെ ഈ സഹോദരന്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഒത്തിരി പേര് സമീപിക്കും. അവരെയൊക്കെ കർത്താവ് കാണിച്ച കരുണയോടുകൂടി അവരെയൊക്കെ സ്നേഹിക്കുവാനും അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനുമായിട്ടുള്ള വിശാല മനസ്സ് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും അംഗീകാരം പറയുകയും ചെയ്യുന്നു. കർത്താവായ ഈശോയെ, 3 മക്കളെ നൽകിയതിൽ ദൈവവേലയ്ക്കായി ഒരാളെ തിരഞ്ഞെടുത്ത് എന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. അവന്റെ ശിരസിൽ തങ്ക കിരീടം അണിയിച്ചു. നല്ല ദൈവമേ, ഈ വചനത്തിന് അഭിഷേകം നൽകി ഡീക്കനെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ഈശോയെ, നീ പ്രത്യേകമായി പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ച് നിന്റെ സ്വന്തമായി തീർത്ത ബോബിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവായ ഈശോയെ, ബോബിന്റെ പൗരോഹിത്യ ജീവിതത്തിൽ രോഗികൾക്ക് തുണയും സങ്കേതവുമായി തീർന്ന് തന്റെ ജീവിതം അർത്ഥപൂർണ്ണമാക്കുവാനുള്ള വലിയ കൃപ നൽകി നീ അനുഗ്രഹിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നരുളി ചെയ്തുകൊണ്ട് ഈ നിങ്ങൾ ഭവനത്തിലേക്ക് അവിടുത്തെ കൃപ ധാരാളമായി വർഷിച്ചുകൊണ്ട് ഈ കുടുംബത്തിലേക്ക് അവിടുത്തെ കൃപ ധാരാളമായി ഒഴുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശ് ചുമന്നുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ. ഒരു വൈദികന്റെ ജീവിതവും ഒരു കുരിശെടുക്കാനും ഒത്തിരിയേറെ ത്യാഗത്തിന്റെയും ഒത്തിരിയേറെ സഹനത്തിന്റെയും ജീവിതം. ഞങ്ങളുടെ ജീവിതം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ല. അവിടത്തേക്ക് അറിയാം ഞങ്ങളുടെ ജീവിതം. ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ എളുപ്പമുള്ള
ഒരു ജീവിതമാണ്, എങ്കിലും അതും ഒരു ജീവിതമാണ്. അത് ഈശോയെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ പ്രത്യേകിച്ച് ഒരു പുരോഹിതനിലയിൽ അവിടെ നൽകുന്ന കുരിശെടുത്തുകൊണ്ട് നിന്നപ്പോൾ ആ കുരിശിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുമെങ്കിലും വീണ്ടും അങ്ങേപ്രതി എഴുന്നേറ്റ് നടക്കുവാനായിട്ടുള്ള ശക്തി നൽകി ഈ സഹോദരനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നീ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നു. പ്രത്യേകമായി പൗരോഹിത്യ ജീവിതത്തിലേക്ക് നിഗോവിനെ വിളിച്ചതിനെ ഓർത്ത് ഈ ദേശത്തെയും ഈ കുടുംബത്തെയും പ്രത്യേകിച്ച് അമ്മച്ചിയെയും അതുപോലെ രണ്ട് സഹോദരങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് എന്നോട് ഞങ്ങൾ യാചിക്കുന്നു. തന്റെ ബോബിനെ ദൈവഭക്തിയും ദീർഘായുസുള്ളവരും പരിശുദ്ധാത്മാവും നിറഞ്ഞവരുമായ ഒരു നല്ല വൈദികനാക്കി തീർക്കാൻ വിളവധികം വേലക്കാരെ ചുരുക്കം, അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവേൻ എന്ന തിരുവചനത്തിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തിയ കർത്താവെ, ഈ ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനും പ്രതിഫലം എന്നവണ്ണം ബോബിന്റെ പൗരോഹിത്യ ജീവിതം അങ്ങ് വിലമതിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുകയും ഈ ദാനം ബോബിൽ നൽകിയതിന് പ്രത്യേകമായി നന്ദി പറയുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അനുയോജ്യരായ ഇടയന്മാരെ ഞാൻ നൽകുമെന്ന് ഞങ്ങളോട് അരുളി ചെയ്ത നല്ല ദൈവമേ, ലോകത്തിൽ വേദനിക്കുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കും ഏറ്റവും യോഗ്യനായ ഇടയനായി ഈ മകനെ അവിടുന്ന് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന വിശുദ്ധ സുവിശേഷത്തിലൂടെ ഞങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന ഈശോയെ, ഈ മകന്റെ പൗരോഹിത്യ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാ രോഗികളിലും അവിടുത്തെ തിരുമുഖം ദർശിച്ചുകൊണ്ട് അങ്ങയെ തന്നെ ശുശ്രൂഷിക്കുന്ന വിധം തന്റെ ശുശ്രൂഷയുടെ മഹത്വം പൂർണ്ണമായും അങ്ങേക്ക് ലഭിക്കുവാൻ തക്ക വിധം ഈ മകന്റെ ശുശ്രൂഷകളെ അവിടുന്ന് അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് വിനീതമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുവാൻ ശിഷ്യന്മാരെ സുഖോടെ ദൈവമായിട്ട് തെരഞ്ഞെടുത്ത് സുവിശേഷം ലോകമെങ്ങും അറിയിക്കുവാൻ തെരഞ്ഞെടുത്ത അങ്ങയുടെ വലിയ കാരണത്തെ ഓർത്ത് നമ്മളൊന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ കാര്യങ്ങളെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബോബിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ എത്രയും ദൈവമേ
എന്നമ്മയെ പിരിയുന്ന നേരത്ത് കൂട്ടായി വന്നൊരന്നമ്മേ, എൻ രക്ഷകൻ തന്മാതാവേ, മരിയാംബികേ വിമലാംബികേ, കന്യാമറിയമേ സ്വസ്തി. സ്വസ്തി സ്വസ്തി സ്വസ്തി, കന്യാമറിയമേ സ്വസ്തി. സ്വസ്തി സ്വസ്തി സ്വസ്തി, കന്യാമറിയമേ സ്വസ്തി. എന്നമ്മയെ പിരിയുന്ന നേരത്ത് കൂട്ടായി വന്നൊരന്നമ്മേ, എൻ രക്ഷകൻ തന്മാതാവേ, മരിയാംബികേ വിമലാംബികേ, കന്യാമറിയമേ സ്വസ്തി. എന്നുള്ളം പിടയുന്ന നേരത്ത് സാന്ത്വനമായി നീ വന്നു. എന്നമ്മയെ ഓർക്കുന്ന നേരത്ത് എന്നമ്മയായി നീ അരികിൽ വന്നു. സാന്ത്വനമായി ആശ്വാസമായി എൻ ഹൃദയം നിർമ്മലമാക്കിയമ്മ. സ്വസ്തി സ്വസ്തി സ്വസ്തി, കന്യാമറിയമേ സ്വസ്തി. സ്വസ്തി സ്വസ്തി സ്വസ്തി,
കന്യാമറിയമേ സ്വസ്തി. എന്നമ്മയെ പിരിയുന്ന നേരത്ത് കൂട്ടായി വന്നൊരന്നമ്മേ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യമഹത്വത്തിൽ വാഴുന്ന ദൈവമേ, നീയെന്നും പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യമഹത്വത്തിൽ വാഴുന്ന ദൈവമേ, നീയെന്നും പരിശുദ്ധൻ പരിശുദ്ധൻ. വാനവരും ഇന്ന് മാനവരും ചേർന്ന് പാടുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. നിത്യമഹത്വത്തിൽ വാഴുന്ന ദൈവമേ, നീയെന്നും പരിശുദ്ധൻ പരിശുദ്ധൻ. പ്രഭയേറിടും അങ്ങേ മഹിമയതാൽ മണ്ണും വിണ്ണും നിറഞ്ഞുവല്ലോ. പ്രഭയേറിടും അങ്ങേ മഹിമയതാൽ മണ്ണും വിണ്ണും നിറഞ്ഞുവല്ലോ. സർവപ്രതാപവാനങ്ങേ ഞങ്ങൾ മോദമോടെന്നും വാഴ്ത്തിടാം. സർവപ്ര